2026 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ 10th പ്രിലിംസ് ജൂലൈ 18-ാം തീയതി ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബെവ്കോ LDC അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഈ രണ്ട് തസ്തികയ്ക്കും ഒരു പ്രിലിംസ് പരീക്ഷയുണ്ട്. ഈ വർഷം നടക്കുന്ന 3 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഇതിൽ ബെവ്കോ LDക്കും കമ്പനി ബോർഡ് LGSനുമാണ് പ്രിലിംസ് ഉള്ളത്. ഈ പ്രിലിംസ് പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ഇതിൻ്റെ രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. മെയിൻ പരീക്ഷയിൽ ഒരു ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ പ്രത്യേകിച്ച് വേറെ ഘട്ടങ്ങളൊന്നുമില്ല, ജോലിയാണ് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, ഈ തസ്തികൾക്ക് അപ്ലൈ ചെയ്തവർക്ക് ഇനിയുള്ള സമയം കൊണ്ടാണെങ്കിലും പക്കായിട്ട് പഠിച്ചാൽ ഈ പ്രിലിംസ് പരീക്ഷ നൈസായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മെയിൻ പരീക്ഷയുടെ സിലബസിലെ ഒരു വലിയ ശതമാനം കണ്ടന്റ് തന്നെയാണ് ഈ പ്രിലിംസ് പരീക്ഷയുടെ സിലബസിലുള്ളത്. ഇനി അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ച് സെറ്റായിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പ്രിലിംസിൻ്റെ സിലബസ് ഫോക്കസ് ചെയ്ത് ഒന്നേന്ന് പഠിച്ചു തുടങ്ങുക. ഇപ്പം തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും പക്കായിട്ട് പഠിച്ചാൽ നമുക്ക് പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രിലിംസ് പരീക്ഷയാകുമ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എക്സാം നന്നായിട്ട് എഴുതി പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് ബാക്കിയുള്ള ഈ പ്രിലിംസിന് ശേഷം മിച്ചമുള്ള മെയിൻ പരീക്ഷയുടെ സിലബസിൽ കുറച്ച് കണ്ടന്റ് ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള കണ്ടന്റ് എടുത്ത് അങ്ങ് പഠിച്ചു തുടങ്ങിയാൽ മതി. എക്സാം ആകുമ്പോൾ നൈസായിട്ട് ആ ഒരു സിലബസും കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ മെയിൻസും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് പ്രിലിംസ് പരീക്ഷയാണ്. പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് രണ്ടാം ഘട്ടം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഒറ്റ ഷോർട്ട് കട്ട്, ഒരു മാർഗ്ഗമേ നിങ്ങളുടെ കൺമുന്നിലുള്ളൂ. അതാണ് സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. പക്കായിട്ട് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിലിംസ് പരീക്ഷ നല്ല സ്കോർ മേടിക്കാൻ സാധിക്കത്തുള്ളൂ. കട്ട് ഓഫ് കൂടിയാലും പരീക്ഷയുടെ പിറ്റേ ദിവസം തൊട്ട് എന്തായാലും ഞാൻ പാസ്സാകും, പ്രിലിംസ് പാസ്സാകും, എനിക്ക് മെയിൻ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ പഠിക്കണമെങ്കിൽ പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് കടക്കുമെന്ന് 100% ഉറപ്പോടുകൂടി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കണം. അതിനനുയോജ്യമായിട്ടുള്ള എല്ലാ GK ക്ലാസ്സുകളും കംപ്ലീറ്റ് ആയിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇട്ടുപോകും. ഓൾറെഡി 2 സെഷനുകൾ നമ്മൾ കഴിഞ്ഞു, 2 ഭാഗങ്ങൾ. ഓരോ ടോപ്പിക്കിൻ്റെയും സിംഗിൾ വീഡിയോസ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഇട്ട് പോകുന്നത്. ചിലതിന് മാത്രമേ 2 കാണും. ആ രീതിയിൽ ഇപ്പം കേരള ഭൂമിശാസ്ത്രം വിട്ടു, അതുപോലെ തന്നെ കേരള ചരിത്രം വിട്ടു, ബാക്കിയുള്ള ടോപ്പിക്കുകളും എക്സാം ആകുമ്പോഴേക്കും പക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാനിവിടെ ഇടുന്ന ഈ കണ്ടന്റ് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചായിട്ട് ഓരോ ദിവസം കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് തീർത്ത് എക്സാം ആകുമ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം സെറ്റായിട്ട് അങ്ങ് പഠിച്ച് തീർത്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുമ്പം അതിനോടൊപ്പം നിങ്ങളുടേതായ രീതിയിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് ചെറിയ ഹാൻഡ് നോട്ടുകൂടെ എഴുതി വെച്ച് പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാനും യൂസ്ഫുള്ളാണ്. അങ്ങനെ എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോ ക്ലാസ് കറക്റ്റായിട്ട് നമ്മളിവിടെ നൽകിപ്പോകും. പിന്നെ ഇതിനനുബന്ധമായിട്ടുള്ള നോട്ട്സും ഇതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ചോദ്യങ്ങളും കാര്യങ്ങളും മാത്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോഴ്സിൽ ഞാൻ വീഡിയോ ക്ലാസ്സും അതുപോലെ നോട്ടായിട്ടും അതിനാൻ തരുന്നുണ്ട്. ആ കോഴ്സ് കൂടെ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കോഴ്സ് ആപ്ലിക്കേഷൻ വഴിയാണ് ഈ വീഡിയോയും ആ ഒരു കോഴ്സിൽ വെച്ച് പഠിക്കുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള സമയം കൊണ്ട് നൈസായിട്ട് ഇത് മുഴുവൻ തീർക്കാൻ പറ്റും. ഇനി കാർഡ് കയറി പഠിക്കുകയല്ല വേണ്ടത്, എക്സാമിന് വരുന്ന ചോദ്യം വരുന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള ഒരു ടാക്ടിക്കൽ പഠനം. കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയുള്ള ലെങ്ത് വരുന്ന ക്ലാസ്സുകളാണ് ഓരോ ടോപ്പിക്കിന് വേണ്ടി ഞാൻ നൽകി പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് ഫുള്ളായിട്ട് കണ്ടത് പഠിച്ചു തീർത്താൽ ആ സെക്ഷൻ അങ്ങ് തീർന്നു, പിന്നെ വേറെ ഒന്നും പുറത്തുനിന്ന് പഠിക്കണം, എത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കേരള ചരിത്രമാണെങ്കിലും ഇന്ത്യൻ ചരിത്രമാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ നൽകി പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഇതിൻ്റെ നോട്ട് ഞാൻ ഈ കോഴ്സിലാണ് നൽകുന്നത്. പറ്റുന്നവർ ആ ഒരു കോഴ്സോടെ മേടിച്ച് ഈ വീഡിയോ ക്ലാസ്സും നോട്ട്സോടെ വെച്ച് അങ്ങ് 10th ലെവൽ പ്രിലിംസിന് പഠിക്കുക. വേറെ ഒന്നും നോക്കണ്ട, ഇത് മാത്രം പഠിച്ച് പോയാൽ മതി. ഇതുവരെ വലുതായിട്ടൊന്നും പഠിക്കാത്തവരാണെങ്കിലും കുറച്ച് കാലമായിട്ട് PSC പഠിക്കുന്നവരാണെങ്കിലും ഈ 10th ലെവൽ പ്രിലിംസിന് ഈ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. സെറ്റാണ്. ഇതിനകത്തെല്ലാം നമ്മൾ നൽകി പോകും. അപ്പോൾ കോഴ്സ് ആപ്ലിക്കേഷൻ വഴിയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. അങ്ങനെ ഈ ഒരു പ്രിലിംസിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ച് എക്സാം പക്കായിട്ട് എഴുതി നിൽക്കുന്നതിന് പിറ്റേ ദിവസം ഇതിൻ്റെ ബാക്കി ചെറിയൊരു ഫീസിൽ നമ്മൾ മെയിൻ പരീക്ഷയുടെ കോഴ്സോട് തുടങ്ങും. അത് വെച്ച് മെയിൻസിനോട് ഫോക്കസ് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. ആ ഒരു സിലബസ് കംപ്ലീഷൻ പറ്റുന്ന രീതിയിൽ മെയിൻസും പക്കായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ്. കോഴ്സിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.